നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയൊക്കെ സങ്കടങ്ങളും പരാജയങ്ങളും നിരാശയും ഒക്കെ ഉണ്ടായാലും ഒരു ദിവസം അതൊക്കെ മാറി സന്തോഷമാവുന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ ഡേ. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഇന്നൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആണ്. ഇന്ന് ഗാർഡനിൽ പാരിജാതത്തിൻ്റെ ഒരു പൂവുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക പോസിറ്റീവ് മണമാണ് ഈ ഒരു പൂവിന്. രാവിലെ ഈ ഒരു മരത്തിൽ നിറയെ കിളികൾ വരാറുണ്ട് ഈ ഒരു പഴം കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ ലൗലോലിക്ക പോലെ എന്തോ ഒരു ബെറിയാണ്. നടക്കാൻ വരുന്നവരൊക്കെ ഇത് പറിച്ച് കഴിക്കാറുമുണ്ട്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെണ്ടയ്ക്ക ചെടിയിൽ പൂവും കായും ഒക്കെ ആയി വരുന്നുണ്ട്. നടക്കാൻ ഇറങ്ങുമ്പോൾ പുതിയതായിട്ട് ഗാർഡനിലുണ്ടായ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ ജമന്തി പൂക്കളാണെങ്കിൽ എല്ലാ കളറിലും നല്ല നിറച്ചും പൂവായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. തക്കാളി നിറയെ ഉണ്ടായിട്ട് തക്കാളി ചെടിയൊക്കെ നിലത്ത് വീണ് കിടക്കുവാണ്. വഴുതനങ്ങയിൽ ഒരു കുഞ്ഞു വഴുതനങ്ങ നിൽപ്പുണ്ട്. അതുപോലെ നിറയെ പൂക്കളും ഉണ്ട്. ഈ ഒരു മരം എന്ത് മരമാണെന്ന് എനിക്ക് അറിയില്ല. നിറയെ നമ്മുടെ കുങ്കുമത്തിൻ്റെ റെഡ് കായ പോലെ എന്തോ ഒരു കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കിളികളൊക്കെ കഴിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു മരത്തിൻ്റെ അടുത്ത് അധികം കിളികളൊന്നും കാണാനുമില്ല. നാട്ടിലാവുമ്പോഴും രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി പുതിയതായിട്ടുണ്ടായ പൂക്കൾ കാണുന്നതും പച്ചക്കറികൾ പൊട്ടിക്കുന്നതും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നിറയെ പച്ചക്കറികളും പൂക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീല് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മഞ്ഞും തണുപ്പും ആയതുകൊണ്ട് ആരും തന്നെ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ ഒന്ന് ഇറങ്ങി നടന്നപ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ബായ്.